നമ്മളിപ്പം നെല്ലിട്ടിരിക്കുന്ന പാടത്തോടാണ് പോകുന്നത്. ഇതൊക്കെ മഴ തുടങ്ങാനേ ഉള്ളൂ. ഇതിനകത്തെല്ലാം ഇനി മീൻ കയറേണ്ടതാണ്. കഴിച്ചുകൊണ്ട് ഇട്ട് നോക്കാം. നെല്ലെല്ലാം ചാഞ്ഞ് അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ നമുക്കൊന്ന് പോയി ചൂണ്ടിട്ട് നോക്കാം. ഇവിടെ ഒന്നും വെള്ളമായില്ല ഫ്രണ്ട്സ്, അതുകൊണ്ട് നമുക്ക് മറ്റുള്ള മീൻപിടുത്തമൊന്നും ഇടിയാകുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹർദവമായ സ്വാഗതം. ഞാൻ സുരേഷ് മുരുകാലയം. ഫ്രണ്ട്സ്, നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കുക. നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഫ്രണ്ട്സ്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണം. ഇതിനു മുമ്പ് നമ്മൾ ഇതുപോലെ കൈച്ചൂണ്ടയിടുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് മുളങ്കാട്ടിൽ നമ്മൾ മീൻ പിടിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതും നിങ്ങൾ ഫുൾ സപ്പോർട്ട് തരണം. നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്. നമുക്കൊരു കൈതക്കോര, അതായത് കല്ലുമുട്ടി കൈതക്കോര എന്നൊക്കെ പറയും. കരിമീൻ കഴിഞ്ഞാൽ പിന്നെ രണ്ടാം സ്ഥാനക്കാരനാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുള്ളവർക്കുമായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള ഫിഷിംഗ് വീഡിയോകൾ സ്ഥിരമായിട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത് ട്രഡീഷണൽ ഫിഷിംഗ് ആണ്. നമ്മുടെ നാട്ടിൻപുറത്തുള്ള ഫിഷിങ്ങൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത്. അതായത് ലൂർ ഫിഷിങ്ങൊക്കെ നമ്മൾ വല്ലപ്പോഴുമൊക്കെ ചെയ്യാറുണ്ട്. നമുക്ക് വീണ്ടും ഒരു കല്ലട കൂടി അടിച്ചിട്ടുണ്ട്. നമ്മുടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ ഫിഷിങ്ങാണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്തു വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്യണം. മറ്റുള്ളവർക്ക് ജോലിയുണ്ട്. അതായത് മണിക്കൂട്ടനും വിശാഖുമാണ് നമ്മുടെ കൂടെ കൂടുതലായിട്ട് ഫിഷിങ്ങിനായിട്ട് വരുന്നത്. കൂടാതെ നമ്മുടെ ചേട്ടൻ്റെ മക്കൾ പ്രമോദും ഒക്കെ ഉണ്ട്. അവർ എല്ലാവർക്കും ജോലിയുള്ളവരാണ്. ഫ്രണ്ട്സ്, ഒരു മീൻ താണ്ട പോയി. ഒഴിവ് സമയത്ത് മാത്രമേ എല്ലാവരും ഈ ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഫിഷിങ് കുറവാണ്. എങ്കിലും നമ്മൾ ഇടുന്ന വീഡിയോയ്ക്ക് ഫുൾ സപ്പോർട്ട് തരണം. വീണ്ടും നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട്. അതും കല്ലട തന്നെയാണ്. വീഡിയോ മുഴുവനായിട്ട് കാണണം. മറ്റുള്ളവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്ത് കേൾക്കണം. ഇപ്പോൾ നമ്മുടെ പാടത്തൊക്കെ മത്സ്യങ്ങൾ കുറവാണ്. നമുക്ക് ചെറിയ മീനെ ഒന്നും അധികം പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അതിനെയൊന്നും പിടിക്കാറില്ല. അത് തന്നെയല്ല, ഊത്ത സമയത്ത് നമ്മൾ ഒന്നും ചെയ്യാറില്ല. വീണ്ടും ഒരെണ്ണം കൂടെ നമുക്ക് അടിച്ചിട്ടുണ്ട്. മീനിൻ്റെ പ്രജനന സമയത്ത് നമ്മൾ അങ്ങനെ അധികം മീൻ പിടിക്കാറില്ല. അത് കഴിഞ്ഞിട്ടൊക്കെ ഉള്ളൂ. പിന്നെ ചില കൂട്ടുകാർ കുഞ്ഞു മീനെ പിടിക്കുന്നു എന്ന് കമൻറ്റ് പറയാറുണ്ട്. അത് അധികം വളരുന്ന മീനല്ല നമ്മൾ പിടിക്കുന്നത്. നമ്മൾ ആ മീനുകളുടെ വളർച്ച അത്രയേ ഉള്ളൂ എന്ന് കണക്കാക്കി തന്നെയാണ് നമ്മൾ ആ മീനെ പിടിക്കുന്നത്. വളർച്ചയുള്ള മീനുകളെ നമ്മൾ പുറത്തേക്ക് അങ്ങ് വിട്ടുകൊടുക്കും. അതായത് നമ്മൾ വീണ്ടും വെള്ളത്തിലേക്ക് വിട്ടുകൊടുക്കുകയാണ് പതിവ്. ഒത്തിരി കമൻറ്റ് അങ്ങനെ വന്നിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു മീനെ വളരുന്ന മീനെ നമ്മൾ ചെറുപ്പത്തിലെ പിടിച്ചെടുക്കത്തില്ല. നിങ്ങളുടെ കമൻറ്റ് എന്ത് തന്നെ ആയാലും നിങ്ങൾ അറിയിക്കുക. നമ്മൾ അതിന് മറുപടി, നമ്മുടേതായിട്ടുള്ള മറുപടി നമ്മൾ നിങ്ങൾക്ക് തരുന്നതാണ്. വീണ്ടും ഒരു കല്ലട കൂടി നമുക്ക് അടിച്ചിട്ടുണ്ട്. നല്ലൊരു കല്ലടയാണ്. നിങ്ങൾ നൽകുന്ന ഓരോ സന്ദേശങ്ങളും നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് കമൻറ്റ് അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക. കൂടാതെ എന്തെങ്കിലും മാർഗ്ഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അതും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.
നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നെല്ലൊക്കെ ഇട്ടത് കൊയ്യാതെ കിടക്കുകയാണ്. കൊയ്യാൻ പറ്റാതായിപ്പോയി. ഇടയ്ക്ക് മഴ വന്ന് കയറിയതുകൊണ്ട് കൊയ്യാൻ പറ്റാതായിപ്പോയി. ആ മഴ അതുപോലെ തന്നെ നിലയ്ക്കുകയും ചെയ്തു. മുളങ്കാട്ടിൽ ഇരുന്ന് മീൻ പിടിക്കുന്നതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് നിങ്ങൾ കയറി കാണുക. ധാരാളം കൂട്ടുകാർ അതിന് നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. അത് നല്ല രീതിയിൽ മൂവ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങളത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കയറി കാണുക. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിരിക്കുക. നമുക്ക് വീണ്ടും ഒരു മീനോട് അടിച്ചിട്ടുണ്ട്. അതും കല്ലട തന്നെയാണ്. ഇത്രയും രുചിയുള്ള മറ്റൊരു മീൻ, വറക്കാൻ നല്ല ടേസ്റ്റുള്ള മീനാണ്. നമ്മുടെ കരിമീൻ കഴിഞ്ഞാൽ പിന്നെ 2ാം സ്ഥാനമാണ് ഈ കല്ലടയ്ക്ക്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ചെറിയ ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. നമ്മുടെ എല്ലാ വീഡിയോയും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ചെറിയ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനാബിൾ ചെയ്യുക. നമുക്ക് വീണ്ടും ഒരു കല്ലട കൂടി അടിച്ചിട്ടുണ്ട്. അത് പൊങ്ങൊന്നും താക്കുന്ന പോലും ഇല്ല, പിടിച്ചങ്ങ് വെച്ചിരിക്കുക. നല്ല മുഴുപ്പുള്ളൊരു കല്ലട തന്നെയാണ്. അടുത്ത ഒന്നുകൂടി അടിച്ചിട്ടുണ്ട്. നമുക്കിവിടെ കരിമീൻ അധികമില്ല. നമുക്കിനി കിട്ടിയ മീനെയൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് എന്തുവേണ്ടി മീനെ കിട്ടിയെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിപ്പം ചൂണ്ടയിടാൻ വന്നിട്ടൊരു 1/4 മണിക്കൂർ ആയതേ ഉള്ളൂ. നമുക്ക് നല്ലൊരു കറിക്കുള്ള മീൻ കിട്ടിയിട്ടുണ്ട്.